അപ്പോൾ ഗൈസ് നമ്മൾ റൂമിൽ നെറ്റിയിട്ടില്ല. ഞാൻ ഇന്നലെ കാണിച്ചു തന്നില്ല നമുക്ക് ഏതൊരു നാറി നമ്മൾ കേബിൾ കട്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമ്മൾ നെറ്റിട്ട് ഇന്ന് വന്ന് ശരിയാക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് റെഡി ആയി കഴിഞ്ഞാൽ നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ നെറ്റ് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോലും വിളിക്കാൻ ഒരു മാറില്ല. എന്ത് തണുപ്പാണല്ലേ. നല്ല ഇതാ ഫൈസൽക്ക് ഉണ്ട് കൂടെ. ഇപ്പോഴത്തെ അവിടെ നെറ്റ് കിട്ടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ PUBG പ്ലെയറാണ് അല്ലേ? PUBG കളിക്കാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് നെറ്റ് കിട്ടാത്തതുകൊണ്ട്. നമ്മളൊരു വ്ളോഗ് ചെയ്യണം കേട്ടോ. ഫൈസൽഖാൻ്റെ പെട്ടി കാര്യങ്ങളൊക്കെ ഇട്ട് പെട്ടി കിട്ടി നിങ്ങൾ അത് കിട്ടിയില്ലേ? പക്ഷേ നമുക്കൊരു വ്ളോഗിനുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. പെട്ടി നിങ്ങളെ പെട്ടിയിൽ എന്തൊക്കെ നിങ്ങൾ ഇനിയിപ്പോൾ പെരയെ പോയി കഴിഞ്ഞാൽ പെട്ടി മൂപ്പര് കുറവ്. ഇപ്പോൾ വീഡിയോ എടുക്കല്ലേ. ഞാൻ ഇതിൻ്റെ കോസ്റ്റ്യൂം ശരി ഞാനൊക്കെ നിൽക്കുന്ന കോസ്റ്റ്യൂമാണ് എന്താ തുണിയൊക്കെ എടുത്തിട്ട് ഏതാ സ്റ്റൈല്. ഇതാണ് നമ്മളെ കേരള സ്റ്റൈല്. അതിനൊക്കെ എന്താ ഒരു പ്രശ്നമില്ല. നിങ്ങൾ പറയും നിങ്ങളെ നാട്ടിൽ പോകേണ്ട എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള കാരണം എന്താ പറയുക, എനിക്ക് 2 കൊല്ലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ കഴിച്ചു. കാരണം വിസ അടിച്ച് കഴിഞ്ഞാൽ 2 കൊല്ലത്തിനുള്ള വിസ ആണ് അവരടിക്കില്ല. പിന്നെ 2 കൊല്ലത്തിന് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഇവിടെ നിൽക്കേണ്ടി വരും. എന്താ മൂപ്പര് വന്ന് 2 കൊല്ലമായി. എന്തായാലും കേടാ മൂപ്പര് എന്തിനാ നാട്ടിൽ പോണേന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പയ്യെ പറഞ്ഞിട്ടുണ്ട്. അതിനാ പറയൂ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് എന്തിനാ പോണേ അതിനാ എന്തായാലും പറയൂ കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താ പറയുക, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരുമ്പാണ്ട്. അപ്പോൾ നമ്മളെ എൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ നമ്മളെ സ്റ്റുഡിയോ ഒന്നല്ല കൈസ്. അത് ഞാൻ വീഡിയോക്ക് ഒന്ന് ഒരു മറ്റായിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞാണ്. ബ്ലോഗേഴ്സൊക്കെ പറഞ്ഞാൽ മതി ഇതാണ് എൻ്റെ സ്റ്റുഡിയോ, അതേമാതിരി ഇതാണ് എൻ്റെ സ്റ്റുഡിയോ. ഇത് എന്താണെന്നറിയോ, ഇത് നമ്മളെ വാഷിംഗ് മെഷീൻ ഇട്ടുന്ന റൂമാണ്. നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കാൻ ഉള്ളൊരു നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെ വേറൊരു ചെറിയ റൂം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇത് നാട്ടിലത്തെ മാതിരി നമുക്ക് ഇവിടെ തിരുമ്പി തരാൻ ആളില്ല ഗൈസ്. നാട്ടിലാണെങ്കിൽ വീട്ടിൽ കയറും, ഡ്രസ്സ് ഇങ്ങനെ ഊരി അവിടെ എവിടെയെങ്കിലൊക്കെ ഇടും. എന്നിട്ട് താത്ത അല്ല ഭാബി ആരെങ്കിലൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കൊണ്ട് തിരുമ്പി ഉണക്കി മടക്കി അവിടെ വെച്ച് തരും. നമുക്കെന്താ ഡ്രസ്സ് പോവാ അൽമാറിന്ന് ഡ്രസ്സ് എടുക്കുക, മാറ്റാൻ നേരെ പുറത്തേക്ക് ഇറങ്ങാം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് തിരുമ്പി തരാൻ അറിയില്ല ഗൈസ്. നമ്മൾ തന്നെ തിരുമ്പണം നമ്മളെ കാര്യങ്ങൾ. ഇവിടെ നമ്മൾ പ്രവാസി ലോകത്ത് വന്നല്ല, സ്വന്തം കാര്യം ചെയ്യാനുള്ളൊരു അത് നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പം ഞാനൊരു 2 ആഴ്ചയില്ല ഇവിടെ വന്നിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തിരുമ്പി. ആരുമില്ല നമുക്ക് തിരുമ്പി തരാനൊന്നും. അപ്പോൾ ഇന്ന് നമ്മളെ ഡ്രസ്സ് തിരുമ്പളെ നമ്മളെ പണി. ഇതാണ് ഗൈസ്, ഇത് ഇവിടുത്തെ 1.5 ഉറുപ്പികയാണ്. ഒരു 3 യൂസിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നാട്ടിലത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 35 ഉറുപ്പികയൊക്കെ ആയി. പക്ഷെ ഇവിടുത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 ദിറംസ് അത്രേ ആവുന്നുള്ളൂ. ഞാനിതാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തീരുമാനിട്ട് വെയിറ്റിങ്ങിലാണ്. ഞാൻ സാധാരണ ഈ ടൈമൊക്കെ ആകുമ്പോൾ ഇറങ്ങേണ്ടതാണ്. കാരണം ഇന്ന് തിരുമ്പാണ്ടായതുകൊണ്ട് പിന്നെ അങ്ങനെയാണ്ട് ഇരുന്ന് പോയതാണ്. ഒന്ന് കഴിക്കാനടുത്ത ഫുഡ് ഇതാണ് പൊറാട്ട റോൾ. നമ്മൾ പൊറാട്ട റോൾ എന്നല്ല ഇവിടെ പൊറാട്ട സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇത് ഞാൻ സാധാരണ അവിടെ ഫോണിൽ കളിച്ചിരുന്ന് തിന്ന് നേരെ കിടന്ന് ഉറങ്ങലായിരുന്നു. പക്ഷെ ഇന്ന് ഒരു പണിയുണ്ട്. നമ്മൾ നാട്ടിലത്തെ പോലെ അല്ലല്ലോ, തിരുമ്പണ്ടേ എന്നാലേ നാളെ ഇടാൻ പറ്റുള്ളൂ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ശരിക്കും പെരക്കാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഇതൊന്നും നമ്മളെ പണിയല്ലായിരുന്നു, വീട്ടുകാർ ചെയ്തു തരുന്നു. പക്ഷെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള നമ്മൾ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു പ്രാപ്തി നമുക്ക് എന്തായാലും കിട്ടും. അങ്ങനെ ആയേ പറ്റൂ. കാരണം ഇവിടെ ആരുമില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. ഇവിടെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം. വേറൊരാൾ നമ്മൾ കാര്യം ചെയ്തു തരാൻ ഇവിടെ വേറൊരാളുണ്ടാകും. നമ്മളെ കാര്യം ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇന്നിപ്പോൾ അത് തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തോരയിടാം, എന്നിട്ട് നേരെ പോയി കിടന്നുറങ്ങാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം അടുത്ത് ഞാനൊരു വീഡിയോ ഇടും. അതാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഞാൻ എടുക്കണ വ്ലോഗ് അതാണ്, വീഡിയോ അതാണ്. ബൽദിയ റൂമിൽ ചെക്കിങ്ങിനൊക്കെ വന്ന് ഞങ്ങൾ പുറത്ത് പോകേണ്ടി വന്നൊരു സാഹചര്യം. അപ്പോൾ ആ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ടാറ്റാ.